ഞാൻ പ്രകാശ് മാസ്റ്ററിലേക്ക് പോവാം. പ്രകാശ് മാസ്റ്റർ ഒറ്റ കാര്യം, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ രാജിയോടുകൂടി പ്രകാശ് മാസ്റ്റർ സമയമാണ്, രാജിയോടുകൂടി ഈ പ്രശ്നം തീരുമോ? ഇയാൾ പ്രതിഭാഗത്തിന് വേണ്ടി ഏതൊക്കെ ഫയലുകൾ ശേഖരിച്ചിട്ടുണ്ട്? മാത്രമല്ല, ഇയാൾ ചാർജ് എടുക്കാതെ പിന്നെ എന്തിനാണ് രാജിവെക്കുന്നത്? ഓർഡർ ക്യാൻസൽ ചെയ്യുക അല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ ചാർജ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫയലുകളെല്ലാം അയാളുടെ കയ്യിലേക്ക് പോയിട്ടുണ്ടാകില്ലേ? സംശയം ശരിയല്ലേ? വളരെ വളരെ ഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ SIT അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഇതുവരെ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ആ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യപ്പെടാത്തൊരു കേസിൽ SIT അന്വേഷണം നടക്കുന്ന ഒരു കേസിനകത്ത് പ്രതിഭാഗം കൈകാര്യം ചെയ്യുന്ന വക്കീലിന് അവിടെ വാദികളുടെ മുഴുവൻ വിവരങ്ങളും വെളിപ്പെടുത്താൻ പറ്റാവുന്നൊരു പോസ്റ്റിൽ അവരെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കേവലം രാജി കൊണ്ട് അവസാനിക്കുന്നൊരു വിഷയമായിരിക്കില്ലല്ലോ. കാരണം ഈ പ്രശ്നങ്ങളാകെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയുള്ളതാണ്. SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേവലമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റും അതിൻ്റെ മേലെയുള്ള രാജിയും എന്നതിലൊക്കെ മാത്രമായിട്ട് ഇത് ചുരുക്കി കാണാൻ കഴിയില്ല. പിന്നെ ഇവിടെ ബേസിൽ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പറയണം. ബേസിൽ ഒരു സ്ഥാനത്തിനകത്ത് ആളുകൾ ചുമതല എടുത്തില്ലെങ്കിൽ പിന്നെ രാജിവെക്കേണ്ട വിഷയമില്ല. ഇപ്പോൾ എന്നെ ഒരു സ്ഥലത്ത് നിയമിക്കുന്നു, ഞാൻ ആ ചുമതല എടുക്കുന്നില്ല, പിന്നെ ഞാനത് രാജിവെക്കേണ്ടത്? ഞാനിവിടെ പേര് ചുമതല എടുക്കുന്നില്ല എന്ന് പറയല്ലേ വേണ്ടു. അപ്പോൾ അദ്ദേഹം ചുമതല എടുത്തിരിക്കുന്നു, കാര്യങ്ങൾ കണ്ടിരിക്കുന്നു, അപ്പോൾ അതിനുശേഷം അദ്ദേഹം രാജിവെക്കുന്നു. പിന്നെ ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഇവിടെ പിന്നെ മുഹമ്മദ് റിയാസിനെ മേലെ നിന്ന് കെട്ടിയിറക്കി, അങ്ങനെയാണ് വസ്തുത. അദ്ദേഹം ദീർഘകാലം ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഈ കേരളത്തിനകത്തുള്ള CPM കോഴിക്കോട് ജില്ലക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് ഈ കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെല്ലാം പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്ന നേതാവല്ലേ റിയാസ്. അദ്ദേഹത്തിനെ പറ്റി എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അങ്ങനെ പറയാൻ വേണ്ടി കഴിയുന്നത്? മാത്രമല്ല, ഇവരുടെ കൊലകൊമ്പനായി രാഘവൻ MPയെ വളരെ തുച്ഛമായ വോട്ടിനാണ് അദ്ദേഹത്തോട് തോറ്റത്. അന്ന് ഈ മരുമോനെന്നൊക്കെ ആവുന്നതിന് മുമ്പ്. അതെ അതെ, അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. കെട്ടിയിറക്കി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ന്യായീകരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടിട്ടില്ലേ ബേസിൽ? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇപ്പം ബേസിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം കേവലമായിട്ട് എൻ്റെ അളിയനല്ല, അദ്ദേഹം ഇന്നയാളാണ് എന്നെല്ലാമുള്ള കാര്യം അദ്ദേഹം പറയും, നമ്മളെല്ലാം കേട്ടതല്ലേ. അത് മന്ത്രി തന്നെ പോയി ന്യായീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. ഞാനിപ്പോൾ കളവാന്ന് പറയുന്നില്ല, വസ്തുതാവിരുദ്ധമാണ്. പൂർണ്ണമായിട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഗത്യം തരവില്ല എന്ന് വന്നപ്പോൾ രാജിവെക്കേണ്ടി വന്നതാണ്. പിന്നെ ഞങ്ങള് ആണ് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിനെ നിശ്ചയിച്ചത് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്മാർട്ട് അല്ല, ആളുകൾക്ക് മനസ്സിലാവില്ല. കേരളത്തിൽ അരിയുന്ന മനുഷ്യന്മാരാണല്ലോ ഇത് കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്മാർട്ട് ക്രിയേഷൻസ് കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തുന്നത് ആരാ? LDF ഗവൺമെൻറ് അല്ലേ? ഈ ഭണ്ഡാരിയും അതുപോലെ തന്നെ ഗോവർദ്ധനും കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന ആരാ? LDF ഗവൺമെൻറ് അല്ലേ? സ്വർണം മോഷണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കണ്ടുപിടിച്ചിരിക്കുന്ന ആരാ? LDF ഗവൺമെൻറ് അല്ലേ? അപ്പോൾ സ്വർണ്ണക്കൊള്ള കണ്ടുപിടിച്ചിരിക്കുന്ന LDF ഗവൺമെൻറ്റാണ്. അന്വേഷണം പ്രഖ്യാപിച്ചത് LDF ഗവൺമെൻറ്റാണ്. SIT എന്ന് പറയുന്നത് കോടതിയുടെ ഉത്തരവനുസരിച്ച് അന്നത്തെ LDF ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന അതേ പേരുകാരായിട്ട് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ സ്വർണ്ണക്കടത്ത് അത് അന്യായമാണെന്ന് കണ്ടുപിടിച്ചത് LDF ഗവൺമെൻറ്റാണ്. മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ നിലപാട് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എന്താ ഗവൺമെൻറ് പറഞ്ഞത്? അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അത് കട്ടയാൾ എത്ര ഉന്നതനായാലും അവർ കണ്ടുപിടിക്കപ്പെടണം. അവരെ കണ്ടുപിടിക്കുന്നതിന് LDF പ്രതിജ്ഞാബദ്ധമാണ്. ഇതാ LDF നിലപാട്. എന്നാൽ അതാണോ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്? കോൺഗ്രസിന് ഇതേപോലെ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കട്ട ആളുകൾ അവരെ രക്ഷിക്കാനുള്ള ത്വരയല്ലേ ഏറ്റവും ഒടുവിലുള്ള ഈ കാര്യങ്ങളടക്കം വ്യക്തമാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു കേസല്ല ഈ കേസ്. വളരെ ഗൗരവമായിട്ടുള്ള നിയമപരമായ പ്രത്യാഘാതങ്ങളടക്കമുള്ള ഒരു കേസാണിത് എന്നുള്ളത് വളരെ കൃത്യമാണ്. കോൺഗ്രസിന് വിചാരിച്ചതുപോലെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒഴിഞ്ഞു പോകാൻ സാധിക്കുകയുമില്ല. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. തീർച്ചയായും.